കൊച്ചി വൈറ്റിലയിലെ ചന്ദർകുഞ്ച് ആർമി ടവർ അപ്പാർട്ട്മെന്റിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇന്ന് യോഗം നടക്കും. അപ്പാർട്ട്മെന്റ് 4 മാസത്തിനുള്ളിൽ പൊളിച്ചു നീക്കുമെന്ന് കഴിഞ്ഞ തവണ നടന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. പൊളിക്കുന്നതിനായി ഓപ്പൺ ടെൻഡർ വിളിക്കാനാണ് തീരുമാനം. ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ലിഡിയ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ചന്ദ്രകുഞ്ച് ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട യോഗം തന്നെയാണ് ഇന്ന് കളക്ടറേറ്റിൽ ചേരുന്നത്. 11 മണിക്കാണ് യോഗം. കഴിഞ്ഞ തവണ യോഗത്തിൽ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നു. 4 മാസത്തിനകം ഫ്ളാറ്റ് പൊളിച്ചു നീക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസം 26-നകം അതിന്റെ ടെൻഡർ വിളിക്കുമെന്നുള്ളതാണ്. 26-നകം ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനായാണ് ഇന്ന് യോഗം ചേരുന്നത്. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു ഉപസമിതി രൂപീകരിച്ചാണ് ഇത്തരത്തിൽ ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയാക്കുക. പ്രത്യേകിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം ഈ ഒരു ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്രയധികം എക്സ്പീരിയൻസ്ഡ് ആയ അത്രയധികം പരിചയ സമ്പത്തുള്ള ഒരു കമ്പനിയെ ഈ കാര്യം ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് മെട്രോ അടക്കം വളരെ അടുത്തുള്ള ഒരു സാഹചര്യമാണ്. അത്തരത്തിലുള്ളൊരു നിലയിൽ നിൽക്കുന്ന ഒരു ടവറിൽ 2 ടവർ പൊളിക്കണമെങ്കിൽ അത്രയധികം പരിചയ സമ്പത്തുള്ള ഒരു കമ്പനിയെ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓപ്പൺ ടെൻഡർ വിളിച്ച് അതിലൊരു തീരുമാനമുണ്ടാക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ തുടർ നടപടികൾക്കായാണ് ടെൻഡർ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നിലവിൽ ഇന്ന് യോഗം വിളിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ 4 മാസത്തിനകം ഇത് പൊളിച്ചു നീക്കണമെങ്കിൽ ഈ വാടക നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യതയും തീരുമാനവും ആകേണ്ടതായിട്ടുണ്ട്. നിലവിൽ 6 മാസത്തെ വാടക നൽകിയിട്ടുണ്ട്. 48 കുടുംബങ്ങൾ അതിലുള്ളതിൽ ഒരാൾ ഒഴിച്ച് ബാക്കിയുള്ള കുടുംബങ്ങൾ 47 കുടുംബങ്ങൾ എല്ലാവരും തന്നെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരാൾ ഹൈക്കോടതി അടക്കം സമീപിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ആ ഒരാളെ കൂടി ഒഴിപ്പിക്കാനുള്ള നടപടികളും കാര്യങ്ങളും ഒക്കെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഈ വാടക നൽകുന്ന കാര്യത്തിൽ അത് നീട്ടി നൽകുന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകേണ്ടതുണ്ട്. അടുത്ത 3 മാസത്തേക്ക് കൂടിയുള്ള വാടക നിലവിൽ നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അതുമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.